ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ആണ്ടുവട്ടത്തിൻ്റെ 27ാമത്തെ ഞായറാഴ്ചയായ ഇന്ന് വിശ്വാസത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. ഇന്നത്തെ തിരുവചന ഭാഗങ്ങളെല്ലാം ദൈവജനമായ നമ്മെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നയിക്കുന്നു. ഹബക്കുക്കിൻ്റെ 1ാമത്തെ വായനയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകളും അർത്ഥനകളും നിലവിളികളും എത്തിയില്ല എന്ന് നമ്മൾ വ്യസനത്തോട് പറയുമ്പോൾ, ദൈവത്തിൻ്റെ സ്വീകാര്യമായ സമയത്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന, കാത്തിരിക്കുവാനും ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാകുവാൻ പ്രതീക്ഷയുള്ളവരായിരിക്കുവാനും ആവശ്യപ്പെടുന്നു. അത് തീർച്ചയായും വരും, അത് താമസിക്കുകയില്ല. ഹൃദയ പരമാർത്ഥതയില്ലാത്തവർ പരാജയപ്പെടും, എന്നാൽ നീതിമാന്മാർ തൻ്റെ വിശ്വസ്തത മൂലം ജീവിക്കും. വിശ്വാസത്തിൻ്റെ ഏറ്റവും സജീവ സാക്ഷി അബ്രഹാമാണ്. അദ്ദേഹം വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൻ്റെ ബലം ലോകത്തിന് നൽകുകയും ചെയ്തു. അവൻ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ ആശ്രയിച്ചു. അവൻ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചു. അവൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അവൻ വിശ്വസ്ത സാക്ഷിയായി ദൈവത്തിനു മുമ്പിൽ പരിപൂർണ വിശ്വസ്തയോടെ ദൈവഹിതം നിറവേറ്റി. നാം ഈ ഭൂമിയിൽ വിളിക്കപ്പെട്ടിരിക്കുന്നത് അബ്രഹാത്തെ പോലെ വിശ്വാസത്തിൽ ബലപ്പെടുവാനാണ്. 2ാമത്തെ വായനയിൽ അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതുമ്പോൾ സ്നേഹപൂർവ്വം ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട്. എൻ്റെ കൈവയ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക കൃപ അനുദിനം നീ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. നോക്കൂ, അഭിഷിക്തൻ്റെ കരങ്ങളിലൂടെ ലഭിക്കപ്പെട്ട കൃപയ്ക്ക് നമ്മൾ പ്രതിനന്മയായി ചെയ്യേണ്ടത് അനുദിനം അഭിഷേക ശക്തി വർദ്ധിപ്പിക്കുകയും അനേകരിലേക്ക് ആ കൃപാവരം ചൊരിയുകയും ചെയ്യുക എന്നതാണ്. നമ്മൾ സാക്ഷികളാകുമ്പോൾ നമ്മുടെ സാക്ഷ്യം ധീരമായ കൃപാവരങ്ങൾക്ക് അർഹതയായി തീരും. ക്രിസ്തുവിനെ പ്രതിയും അവൻ്റെ ക്രൂശിനെ പ്രതിയും നാം അഭിമാനം കൊള്ളുന്നവരാകും. ജീവിത സഹനങ്ങളെ പ്രതി ലജ്ജിക്കാത്തവരായി നമ്മൾ മാറും. അപ്പോസ്തലൻ നൽകുന്ന ബലവും ഉപദേശവും വളരെ ഹൃദ്യമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ഏറ്റവും മനോഹരമായി നമ്മെ പഠിപ്പിക്കുന്ന പാഠമെന്നോ, നാം വിശ്വസിക്കുന്നുവെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ ബലമുണ്ടാകണം. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമൂർ വൃക്ഷത്തോട് ഇവിടെ നിന്ന് ഇളകി കടലിൽ പോയി താഴുക എന്ന് പറഞ്ഞാൽ അപ്രകാരം സംഭവിക്കുമെന്ന് പറയുമ്പോൾ, കടുകുമണി വിത്തുകളിൽ ചെറുതാണെങ്കിലും അത് പൂർണ്ണതയുടെ അടയാളമാണ്. നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസം എത്ര ചെറുതാണെങ്കിലും ആ വിശ്വാസത്തിൽ ബലമുണ്ടെങ്കിൽ, ആഴമുണ്ടെങ്കിൽ, അത് കടുകുമണി തുല്യമാണെങ്കിൽ പോലും അത് ഫലദായകമാകും എന്ന് ക്രിസ്തു ഉറപ്പ് നൽകുന്നു. കാരണം ഇതെന്നോ, കടുകുമണി വിത്തുകളിൽ ചെറുതാണെങ്കിലും അത് മുളച്ചു കഴിയുമ്പോൾ അത് വൃക്ഷമായി മാറുന്നു. അത് മറ്റുള്ളവർക്ക് സാന്ത്വനത്തിൻ്റെ ബലം നൽകുന്നുണ്ട്. പക്ഷികൾ അതിൽ ചേക്കേറുന്നുണ്ട്. അനേകം ജീവജാലങ്ങൾക്ക് അത് ആശ്രയമായി മാറുന്നു. നാമും വിശ്വാസത്തിൽ ബലമുള്ളവരാണെങ്കിൽ അനേകർക്ക് ആ വിശ്വാസ ജീവിതത്തിൻ്റെ കൃപ പകരാനും ഒരു വടവൃക്ഷം പോലെ മറ്റുള്ളവർക്ക് തണലാകാനും സാധിക്കുമെന്ന് ക്രിസ്തു പറയുമ്പോൾ, വിശ്വാസ ജീവിതം അപ്രകാരമാകണമെന്ന ഓർപ്പെടുത്തലാണ്. നാം നമുക്ക് വേണ്ടി മാത്രമുള്ളവരല്ല. ഭൂമിയിലെ ഒരു വൃക്ഷവും അതിനുവേണ്ടി മാത്രം പൂക്കുകയോ കായ്ക്കുകയോ ചെയ്യുന്നില്ല. അത് എല്ലാം നൽകുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. നാമും അപ്രകാരമായി തീരണം. ക്രിസ്തു നമുക്ക് നൽകുന്ന ദർശനം അതാണ്. സിക്കമൂർ വൃക്ഷം വേര് ആഴമുള്ള ഒരു വൃക്ഷമാണ്. അത് ഒരിക്കൽ ഫലദായകമായാൽ പിന്നെ നശിപ്പിക്കപ്പെടാത്ത വിധം ബലമുള്ളതാണ്. നാമും ക്രിസ്തുവിൻ്റെ സ്നേഹവും അവൻ്റെ കൃപയും അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വാടാത്ത വടവൃക്ഷമായി നിലകൊള്ളാൻ സാധ്യമാകും. വിശ്വാസ ജീവിതത്തിൽ കൂടുതൽ ആഴത്തിൽ വളരാനുള്ള ആത്മീയ കൃപയ്ക്കായി ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് യാചിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.